ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ അമ്മൂസ് ട്രാവലിൻ്റെ വേറൊരു യാത്രാ വിവരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പൊന്മുടി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പൊന്മുടിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തൂക്കുപാലത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നദി പെരിയാർ നദിയുടെ ഒരു പ്രധാന കൈവഴിയാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഡാം കാണാനെത്തുന്നവരെല്ലാം പിന്നീട് പോകുന്നൊരു സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഡാമിൻ്റെ കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ്. കാടും മലയും എല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടില്ലേ, എന്ത് മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഈ പാറക്കെട്ടൊക്കെ കണ്ടപ്പോൾ ചെദ്ദാർ മലനിരകളിൽ പോയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യേശേട്ടൻ. അത് മനോഹരമായൊരു കാര്യമായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഇവിടെ അതാ ഹരിതാപ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയുടെ മനോഹാരിത, ഹൈ റേഞ്ചിൻ്റെ മനോഹാരിത, അത് കാണാൻ വർഷം തോറും ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ, കാടിനുള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര പോലെ നല്ല രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ തൂക്കുപാലം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് പൊന്മുടിയിലെ ഈ തൂക്കുപാലം. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എത്താറായി തുടങ്ങിയിട്ട് തോന്നുന്നു. നല്ല മനോഹരമായ പ്രദേശങ്ങളല്ലേ. ഞങ്ങളുടെ സാധ്യയായ അക്ഷയ് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയുന്നത് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി വണ്ടി ഓടിക്കുന്നുണ്ട്. വെള്ളത്തൂവൽ പൊന്മുടി റോഡ് പൊന്മുടി എന്ന് പറഞ്ഞാൽ മെയിൻ പൊന്മുടി തിരുവനന്തപുരമാണ്. പൊന്മുടി തൂക്കുപാലം. ഞങ്ങളിത് ആ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. വളരെ പ്രശാന്ത സുന്ദരമായൊരു സ്ഥലം കേട്ടോ. ഞങ്ങളവിടെ എത്താനായിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ ബോർഡുകൾ കാണുന്നുണ്ട്. ഇടയ്ക്ക് ഒരൊന്ന് ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഹൈ റേഞ്ചിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഈ പാലം 1950കളിലാണ് കേട്ടോ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയാൽ പൊന്മുടി ഡാം നിർമ്മിക്കുന്ന സമയത്തേക്ക് എത്തും നമ്മൾ. നിർമ്മാണത്തിന് ആവശ്യമായ സംസ്കൃത വസ്തുക്കളുമായി എറണാകുളത്ത് നിന്ന് എത്തിയിരുന്ന വാഹനങ്ങൾക്ക് ഈ പന്നിയാർ പുഴ കടക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് പരിഹാരമായി ഇലക്ട്രിസിറ്റി ബോർഡ് അടിത്തൂണുകളില്ലാതെ ഒരു പാലം നിർമ്മിച്ചു. അതാണ് ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിട്ടുള്ള ഇടുക്കി പൊന്മുടിയിലെ ഈ തൂക്കുപാലം. പുഴയിൽ നിന്ന് 100 അടിയോളം ഉയരത്തിൽ ഒരു കുടത്തിൽ തൂങ്ങി നിൽക്കുന്ന തൂക്കുപാലം വളരെ കൗതുകം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ വന്ന സമയത്ത് പുഴയൊക്കെ ആകെ വറ്റി വരേണ്ട പോലെ കിടക്കുകയാണ്. അധികം വെള്ളമൊന്നുമില്ല. ഇത് മഴക്കാലത്ത് വരണം ശരിക്കും, ഇവിടുത്തെ ഭംഗി ശരിക്കും അറിയണമെങ്കിൽ എന്നാണ് അഖിൽ ഞങ്ങളോട് പറഞ്ഞത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി. ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിലും ആ പ്രൗഢിയിലൊക്കെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പണ്ട് എല്ലാവർക്കും ഒരു പേടിയും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് കയറി നിൽക്കാൻ. പണ്ട് ഇതിലെ കൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോയിരുന്നു. പക്ഷേ കാലക്രമേണ ഇതിന് ബലക്ഷയം സംഭവിച്ചപ്പോൾ വാഹന ഗതാഗതം നിരോധിച്ചു. അത് സഞ്ചാരികൾക്കൊരു അനുഗ്രഹമാണ്. വാഹനമൊന്നും വരില്ലല്ലോ. അപ്പോൾ ധൈര്യസമേതം നിന്ന് ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിക്കാം. ഇത് ഇപ്പോൾ മഴക്കാലത്ത് ഇട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കണ ചെറിയ കുഴികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അണക്കെട്ട് കാണാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അണക്കെട്ടിൻ്റെ കാഴ്ചകളിലൂടെ നിന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. ഈ 2 മലകളെ ഘടിപ്പിക്കുന്ന പാലം 100 അടി ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. മുളങ്കാടും വേററിയാത്ത മരങ്ങളും ലഘുജനവും എല്ലാമായിട്ട് നല്ലൊരു രസം. വേറെ ചില ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ബാക്കിയില്ലാണ് മാത്രം. ഈ കാണുന്ന വിധത്തിൽ വെള്ളച്ചാട്ടം ഉണ്ടാവും വർഷക്കാലത്ത് എന്നാണ് പറയുന്നത്. അത് കാണാൻ നമുക്ക്
നമുക്ക് വർഷക്കാലത്ത് തന്നെ പോകേണ്ടി വരും. പാലത്തിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാണുന്നത്. വലിയ വലിയ കുഴികളിൽ ഇങ്ങനെ നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എത്ര ശക്തിയിലായിരിക്കും ആ വെള്ളം ഒലിച്ച് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ചെറിയൊരാട്ടം. ഇളക്കാനുള്ളതുകൊണ്ടല്ലേ ഞാൻ കിടന്ന് ഇവിടെ ഇളക. പാലത്തിന് വലിയ കുലുക്കൊന്നുമില്ല കേട്ടോ. എന്നാൽ ചെറിയൊരു ആട്ടം തോന്നുന്നുണ്ട് നമുക്ക് നടക്കുമ്പോൾ, അത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ല രസം. ഇതേപോലെ വെള്ളച്ചാട്ടത്തിലൊക്കെ വരണം വെള്ളം കുത്തി ഒളിക്കുന്ന സമയത്ത്. ഇപ്പം അങ്ങനെ വെള്ളമൊന്നുമില്ല. പാലത്തിൻ്റെ മകരയിലെത്തി. അവിടെ ധാരാളം വണ്ടികൾ നിർത്തി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇവിടെ വണ്ടിയിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഈ വഴിക്കും വരുന്നുണ്ട്. നല്ല റോഡൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്നും കടകളൊന്നും അധികമില്ല കേട്ടോ. ചെറിയൊരു കടയിൽ ഒന്ന് രണ്ട് ചെറിയ കടകളെ കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം, ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇതാ വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ടും 50 പേരിൽ കൂടുതൽ ആൾക്കാർ പാലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസാണ്. അവിടെ കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ നടന്നു നോക്കി. പ്രത്യേകിച്ച് അവിടെ വേറെ കാഴ്ചകളൊന്നും ഇല്ല എന്ന് തോന്നി. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വേറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ വേഗം ഒന്ന് തിരിച്ച് പോരാന്ന് വിചാരിച്ചു. ഇതാണ് മറ്റേ കരയിലുള്ള കാഴ്ചകൾ കേട്ടോ. പാലത്തിൻ്റെ മറ്റേ ഭാഗത്തുള്ള കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് നടക്കാൻ പോവാണ്. അവരൊക്കെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനൊക്കെ മുന്നിൽ നടക്കുകയാണ്. ഞാൻ പതുക്കെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു കടയുടെ മുമ്പിൽ കുറച്ച് ചക്കക്കുരു, മത്സ്യം ഒക്കെ ഉണക്കാട്ടേക്കുന്നത് കണ്ടത്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി ഇതിനേക്കാൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അത് കാണാൻ നിങ്ങളും എന്നോടൊപ്പം യാത്ര ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സുസ്നേഹം, നിങ്ങളുടെ അമ്മു.